അതിൽ നമ്മൾ 3 ഭാഗം പറഞ്ഞു. വഖഫ് എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ അമുസ്ലിമുകൾക്ക് അവിടെ ഉൾപ്പെടുത്തുന്നത് യുക്തിരഹിതമാണ്. 2 ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്, മൗലികാവകാശങ്ങൾ വിരുദ്ധമാണ്. 3 ഈ 14 വെച്ച് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയുമാകാം ഈ ബോർഡിനകത്ത്. ഇത് പൊസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരളം. ഗവൺമെന്റ് കണ്ടിന്യൂറ്റി ആണല്ലോ. ആ ഗവൺമെന്റിന്റെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കേസ് തള്ളി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോൾ എവിടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ കാണേണ്ടത്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവരെ പാടുള്ളൂ എന്ന നിലപാട് BJP ഇവരെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാട് ഇപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുമ്പോൾ BJPയുടെ വക്താവായിട്ട് ശ്രീ VD സതീശൻ പറയാണ് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്നു. നമ്മൾ 2 പേരെ ഒഴിവാക്കിയിട്ടിരിക്കുന്നു. അത് എവിടെയെങ്കിലും നോൺ മുസ്ലിം എന്ന പരാമർശം ഈ നോട്ടിഫിക്കേഷനകത്തുണ്ടോ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ നേരത്തെയുള്ള ഗവൺമെന്റ് തുടർച്ചയാണല്ലോ. ആ ഗവൺമെന്റ് ഓർഡർ നിൽക്കല്ലേ, വിജ്ഞാപനം നിൽക്കല്ലേ? ഇത് സാധാരണ പൗരൻ പോലാകേണ്ട ഏതൊരാൾക്കും ലോകത്ത് കിട്ടാവുന്നൊരു ഡോക്യുമെന്റ് നിൽക്കുമ്പോൾ ആ ഡോക്യുമെന്റ് ഘടകവിരുദ്ധമായിട്ട് ആധികാരികമെന്ന മറ്റും നുണകൾ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് വിളമ്പാൻ കഴിയുന്നു? അതല്ലേ ഇതിനകത്ത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ കേസ് തള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, കേസ് ഡിസ്മിസ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്, വായിക്കണ്ടേ? മായി പറഞ്ഞ എല്ലാം നുണയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എങ്ങനെയാ ഇത്രയും ആധികാരികമായി പറയാൻ പറ്റും? ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞ നുണയാണ്. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി തള്ളിയല്ലോ, ബൈൻഡിങ് ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കേസാ സുപ്രീം കോടതി തള്ളിയേക്കണേ? സുപ്രീം കോടതി സ്റ്റേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, BJPക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയാം. ഇത് സുപ്രീം കോടതി കൺസിഡർ ചെയ്യാൻ പോവല്ലേ? ഡേറ്റ് ഇട്ടിട്ട് പോലും ഇല്ല. കേരളം അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ് അതിൽ കക്ഷിയാണ്. കക്ഷിയാകാൻ വേണ്ടി നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ കേരളം നൽകിയതിനകത്ത് 12ാമത്തെ പാരഗ്രാഫ് ക്രിസ്റ്റലി ക്ലിയർ ആണ്. അതിൽ നമ്മൾ 3 ഭാഗം പറഞ്ഞു. വഖഫ് എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ അമുസ്ലിമുകൾക്ക് അവിടെ ഉൾപ്പെടുത്തുന്നത് യുക്തിരഹിതമാണ്. 2 ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്, മൗലികാവകാശങ്ങൾ വിരുദ്ധമാണ്. 3 ഈ 14 വെച്ച് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയുമാകാം ഈ ബോർഡിനകത്ത്. ഇത് പൊസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരളം. ഗവൺമെന്റ് കണ്ടിന്യൂറ്റി ആണല്ലോ. ആ ഗവൺമെന്റിന്റെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കേസ് തള്ളി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോൾ എവിടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒന്നും നോക്കുന്നില്ലേ? ഈ കേസ് ഇപ്പോഴും ഉണ്ട്, അതിന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല, ഗൗരവമായ പ്രശ്നമാണ്. 2 അദ്ദേഹം പറഞ്ഞത് എന്താ? രണ്ടാമത്തേത് ഇത് പറഞ്ഞിട്ട് ഒന്ന് കടത്തി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വർഗീയത പ്രചരിപ്പിക്കുന്നു. മുസ്ലിം വിശ്വാസം അനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവരെ പാടുള്ളൂ എന്ന നിലപാട് BJP ഇവരെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാട് ഇപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുമ്പോൾ BJPയുടെ വക്താവായിട്ട് ശ്രീ VD സതീശൻ പറയാണ് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്നു. എനിക്കൊന്ന് KC വേണുഗോപാലിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. പാർലമെന്റിൽ ശക്തമായിട്ട് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസിന്റെ സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിച്ചത്. വഖഫ് ബോർഡിനകത്ത് ഇതര മുസ്ലിം ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള നിലപാട് വർഗീയമാണ് എന്ന് പറഞ്ഞാൽ, ഉൾപ്പെടുത്തരുത് എന്ന നിലപാട് പറയുന്നത് വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്നത്? രാഹുൽ ഗാന്ധിയും ഇവരെല്ലാം നയിക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെയാണോ അദ്ദേഹം നിൽക്കുന്നത്? അത് BJPയുടെ വാദമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്തൊന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് പിണറായി ഗവൺമെന്റ്, അവരാണ് ഇത് നോട്ടിഫൈ ചെയ്തത്. അപ്പൊ തമിഴ്നാടിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഞാൻ നോക്കിയായിരുന്നു.
തമിഴ്നാട് നോട്ടിഫിക്കേഷൻ 28/11/2025. 2025 നവംബർ 28-ാം തീയതി തമിഴ്നാട് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ ദ ഗവൺമെന്റ് ഹാവ് therefore decided to constitute the തമിഴ്നാട് വഖഫ് ബോർഡ് by appointing the following persons as members. ഇത് വരുന്നത് നവംബർ 2025 നവംബർ 28-നാണ്. ഏറ്റവും കുറഞ്ഞത് ഈ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, മുസ്ലിം ലീഗ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ തിരു കെ നവസാനി MP അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇതിനകത്ത് പ്രധാനമായി നയിക്കുന്നത് ലീഗിന്റെ ആളുകൾ കൂടി ഉള്ളതാണ് തമിഴ്നാടിന്റെ ബോർഡ്. ആ തമിഴ്നാടിന്റെ ബോർഡ് DMK ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കൂ. കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് 4/2/2026. 2026 ഫെബ്രുവരി കഴിഞ്ഞിട്ടാണോ 2025 നവംബർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വരുന്നത്? ഇതെല്ലാം ഇപ്പൊ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. പണ്ടത്തെ പോലെ ഇങ്ങനെ പറഞ്ഞ് വാചക കസർത്ത് കൊണ്ടും ശരീരഭാഷ കൊണ്ടും നിൽക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയാണ്, പഴയ പ്രതിപക്ഷ നേതാവല്ല. വസ്തുതകൾ ആധികാരികം ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം സ്റ്റേ ഇല്ല, അതുകൊണ്ട് BJP ഗവൺമെന്റുകൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ അതിന് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നു, ഞങ്ങളുടെ നിലപാട് ഇപ്പൊ മാറി എന്ന് പറയാലോ. അദ്ദേഹം പിന്നെ പറഞ്ഞത് അവരെഴുതി വെച്ചിട്ടുണ്ട് 2 നോൺ മുസ്ലിമുകളെ പിന്നെ ഉൾപ്പെടുത്തും, 2 3 തവണ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവര് എന്താ എഴുതി വെച്ചത്? അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 2 members shall be made shortly. The appointment of remaining 2 members. Remaining 2 members ബാർ കൗൺസിൽ അമുസ്ലിമാണോ? അല്ലല്ലോ. ഇതിനകത്തും ഇന്ന് 2 മുസ്ലിം ഇതര വേണമെന്ന് നിയമം പറയുന്നുണ്ട്. നമ്മൾ 2 പേരെ ഒഴിവാക്കിയിട്ടിരിക്കുന്നു. അത് എവിടെയെങ്കിലും നോൺ മുസ്ലിം എന്ന പരാമർശം ഈ നോട്ടിഫിക്കേഷനകത്തുണ്ടോ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ നേരത്തെയുള്ള ഗവൺമെന്റ് തുടർച്ചയാണല്ലോ, ആ ഗവൺമെന്റ് ഓർഡർ നിൽക്കല്ലേ, വിജ്ഞാപനം നിൽക്കല്ലേ. ഇത് സാധാരണ പൗരൻ പോലാകേണ്ട ഏതൊരാൾക്കും ലോകത്ത് കിട്ടാവുന്നൊരു ഡോക്യുമെന്റ് നിൽക്കുമ്പോൾ ആ ഡോക്യുമെന്റ് ഘടകവിരുദ്ധമായിട്ട് ആധികാരികമെന്ന മറ്റും നുണകൾ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് വിളമ്പാൻ കഴിയുന്നു? അതല്ലേ ഇതിനകത്ത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ കേസ് തള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, കേസ് ഡിസ്മിസ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്, വായിക്കണ്ടേ? അദ്ദേഹം നന്നായി വായിക്കുന്ന ആളാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും അദ്ദേഹം തന്നെ പറയാറുണ്ട്, 4ാമത്തെ പാരഗ്രാഫ്, ടേക്കിംഗ് നോട്ട് ഓഫ് ഓൾ ദ എബോവ് ഫാക്ട്സ് ആൻഡ് ഇൻഫേമിറ്റീസ് ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പലവണ വായിച്ചിട്ടുള്ളതാണ്. ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 ഓഫ് ദ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995. ഇൻ ദ എബോവ് സർക്കംസ്റ്റൻസസ് എന്നുവെച്ചാൽ ഈ കേസിൽ 4 കക്ഷികളും ആവശ്യപ്പെടുന്നത് ഈ 14ാമത്തെ വകുപ്പ് അനുസരിച്ചുള്ള പ്രാതിനിധ്യം ഈ ബോർഡിലില്ല എന്നതാണ്. BJPയുടെ നേതാവ് ഉൾപ്പെടെയും മറ്റ് കേസുകളിലും ആവശ്യപ്പെടുന്നത് എന്താ? 14ാമത്തെ സെക്ഷൻ അനുസരിച്ച് വകുപ്പ് അനുസരിച്ചിട്ടല്ല ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ കേസിന് എന്താ ആവശ്യം? ഇൻ ദ എബോവ് സർക്കംസ്റ്റൻസസ് ഞങ്ങൾ ഇത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചതുകൊണ്ട് ഈ മോൾ പറഞ്ഞ കാരണങ്ങൾ ഡിവോയിഡ് ഓഫ് എനി മെറിറ്റ്സ് ആൻഡ് പിന്നെ മെറിറ്റില്ല. നിങ്ങൾ കോടതി പോയിട്ട് ആവശ്യപ്പെടുന്ന കാര്യം മുഴുവൻ പ്രതിഭാഗം പറയും, ഞങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് പറയാണ് ഞങ്ങളത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു, പിന്നെ കേസ് എവിടെ നിൽക്കും? കോടതി എന്ന് പറയില്ല ഇനി എന്തിനു സമയം കളയണം, നിങ്ങളെല്ലാം നിങ്ങളുടെ എന്താ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം 2 മുസ്ലിം ഇതരർ വേണം, വേറെ ചില അനുബന്ധ ആവശ്യങ്ങളുണ്ട്, വേറെ കേസുകൾ. ഇതെല്ലാം വരുന്നത് അനുബന്ധ ആവശ്യം വരുന്നത് ഈ ആവശ്യം വരുന്നത് 14 അനുസരിച്ച് പൂർണ്ണമായിട്ടും നടപ്പിലാക്കണം. ഗവൺമെന്റ് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, കോടതിയുടെ ലൈവ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് പറയുന്നുണ്ട് നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം. പിന്നെ കേസ് 2 ചായ അങ്ങോട്ട് ഗവൺമെന്റിന് വാങ്ങിച്ചു കൊടുത്ത് പ്രതികൾ പോകാമെന്നല്ലാതെ പിന്നെ വക്കീലിന് കാശ് കൊടുക്കാൻ ആരെങ്കിലും നിൽക്കുമോ? എന്നിട്ട് എങ്ങനെ ഞങ്ങൾ കേസ് തള്ളാൻ പറഞ്ഞു, കേസ് തള്ളാൻ പറയാം. എങ്ങനെ? ഇത് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തുകൊണ്ട് 2 പേരെ വയ്ക്കാതിരുന്നത്? ആളെ കിട്ടാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അപ്പൊ ഏതോ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല, തമിഴ്നാടിന്റെ കേസ്. അത് എൻറ്റയർലി ഡിഫറൻസ്. ഏത് ഡിഫറൻസ്? എന്നിട്ട് അദ്ദേഹം നോൺ മുസ്ലിമാണ്. അപ്പൊ ആ നോൺ മുസ്ലിമിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ആ നോൺ മുസ്ലിമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തമിഴ്നാടിന്റെ നേരത്തെ ഗവൺമെന്റ് സ്റ്റാൻഡാണോ?
നിങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പാർട്ടി കൂടി ഉൾക്കൊള്ളുന്ന വഖഫ് ബോർഡ് അവിടെ നിയമിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലല്ലോ. ശരിക്കും പറയേണ്ടി സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത് ഇത്രയും ഗൗരവമായ പ്രശ്നങ്ങൾ കേരളം ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. അതുവരെ ഈ സ്ഥിതി തുടരാൻ അനുവദിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം 22ാമത്തെ വകുപ്പ് വളരെ റിലവന്റ് ആണ്. ബോർഡിനുള്ള വേക്കൻസി ഉണ്ടായാലോ, ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡിഫക്റ്റ് ഉണ്ടായാലോ, ആ ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനവും അസാധുവാവില്ല. ഇതാണ് 22ാം വകുപ്പ്. ആ വകുപ്പാണ് ഈ കേസ് ഇപ്പൊ തുടങ്ങിയത്. നേരത്തെ ഈ വഖഫ് ആക്ട് പാസ്സായി കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതിയിൽ കേസ് വന്നു. ഇവനനുസരിച്ച് ഉടൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കേസ് നിൽക്കുമ്പോഴേ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അന്ന് ഞാനിപ്പോ കടലാസിലേക്ക് ഇപ്പൊ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഈ കാര്യം, ഞങ്ങൾ ഇതാ ഒഴിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ കോടതി പറഞ്ഞു ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് കേസ് ഡിസ്പോസ് ചെയ്തു. ഇതാ ഞങ്ങളുടെ പൊസിഷൻ. ഇതാ അവിടെ എടുത്തത്. ആ പൊസിഷൻ മാറി പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായ വർഗീയവാദിയായി മാറിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിനെ പോലും മറികടന്നുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ മേധാവിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇത്രയും പ്രകടമായി ഇത് എങ്ങനെ പറയാൻ പറ്റുന്നു? വഖഫ് ബോർഡ് തന്നെ ഇതേ ആവശ്യം ഞങ്ങൾ ഉൾപ്പെടുത്തിക്കോളാം രണ്ടാം മുസ്ലിങ്ങളെ. ഈ വാചകം അതെ അത് വളരെ നല്ല. അതെ, വഖഫ് ബോർഡ് ഉൾപ്പെടുത്തിക്കൊള്ളാം. ഹു ഈസ് അപ്പോയിന്റിംഗ് അതോറിറ്റി? മുഖ്യമന്ത്രി പറയാൻ പാടില്ല. വഖഫ് ബോർഡ് അവരുടെ കാര്യങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. വഖഫ് ബോർഡ് ഉൾപ്പെടുത്തിക്കൊള്ളാം, അവർ നോൺ മുസ്ലിം ഉൾപ്പെടുത്തിക്കൊള്ളാം. വഖഫ് ബോർഡാണോ അപ്പോയിന്റിംഗ് അതോറിറ്റി? അപ്പോയിന്റിംഗ് അതോറിറ്റി ഇസ് ദ ഗവൺമെന്റ്. വഖഫ് ബോർഡിനെ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പറയും? വഖഫ് ബോർഡ് പറയും ഇത് ഗവൺമെന്റ് തീരുമാനിക്കണ്ടേ, ഗവൺമെന്റ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഒഴിവുണ്ടായി കഴിഞ്ഞാലും പ്രശ്നമില്ല, 14 അനുസരിച്ച് വേണോ വേണ്ടെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചോട്ടെ. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. അല്ലാണ്ട് അദ്ദേഹം പറയണം വഖഫ് ബോർഡ് പറയും ഞങ്ങളെ ചെയ്തോളാം. വഖഫ് ബോർഡിന് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ? അദ്ദേഹമല്ലേ ഗവൺമെന്റിന്റെ തലവൻ, അവരല്ലേ അപ്പോയിന്റിംഗ് അതോറിറ്റി. അപ്പോൾ പൂർണ്ണമായിട്ടും BJPക്ക് വിധേയനായിരിക്കുന്ന ഒരാൾ, അതാണ് ഇന്നത്തെ ഈ പ്രതികരണത്തിനകത്ത് കാണും. ഇന്ന് വീണ്ടും പറഞ്ഞു ഹൈക്കോടതിയിൽ, സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞു നോൺ മുസ്ലിംസിന് ഉൾപ്പെടുത്താം, അത് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ BJP കാര്യാലയത്തിൽ ലിസ്റ്റ് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് ഉൾപ്പെടുത്താൻ കഴിയുമായിരിക്കും. ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം ഉണ്ടല്ലോ, മുസ്ലിം ലീഗ് എതിരാണല്ലോ. പക്ഷേ സുപ്രീം കോടതിയിൽ ഇവിടെ അഫിഡാവിറ്റ് സബ്മിറ്റ് ചെയ്ത മുസ്ലിം ലീഗിന്റെ നോമിനി ആയിട്ടുള്ള വക്കീലാണ്. ആ സ്പെഷ്യൽ ഗവൺമെന്റ് അറ്റാച്ച്ഡ് ടു AAG, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, മുസ്ലിം ലീഗിന്റെ നോമിനിയാണ്. ഡൽഹിയിൽ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വക്കീലന്മാരാണ്. അവിടെ പോയിട്ട് മുസ്ലിം ലീഗ് നോമിനി അവരുടെ കൂടി ആളുകളായിട്ടുള്ള ഗവൺമെന്റ് വക്കീലന്മാരാണ് അവിടെ പോയി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുസ്ലിം ലീഗ് കൂടി അറിഞ്ഞിട്ടാണ്. കാരണം മുസ്ലിം ലീഗിന് ഇപ്പൊ അവർ പേര് മാറ്റിക്കുകയായിരിക്കും നല്ലത്. ഇത് സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് പകരം എന്തവർ കാണുന്നത്? ബോർഡ് പെട്ടെന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ താല്പര്യം? അവരുടെ 2-3 പേര് വയ്ക്കണം. 2006 ഇപ്പോ VS വന്നില്ലേ കേരളത്തിൽ അധികാരത്തിൽ, LDF ഗവൺമെന്റ്. അപ്പോ ആ ഗവൺമെന്റ് വരുമ്പോൾ ഒരു ബോർഡുണ്ട്. ഉമർ അലി തങ്ങൾ ചെയർമാനായിട്ട്, ലീഗിന്റെ മേധാവാണ്, പാണക്കാടാണ്. ഞങ്ങൾ തൊട്ടില്ലല്ലോ, എല്ലാ സഹകരണവും അറിയില്ലോ. 2008 കാലാവധി കഴിഞ്ഞ് പുതിയ ബോർഡ് വന്നു. 2016 പിണറായി മുഖ്യമന്ത്രിയായല്ലോ, LDF വന്നു. അപ്പൊ റഷീദ് അലി തങ്ങൾ, പാണക്കാട് റഷീദ് അലി തങ്ങൾ അധ്യക്ഷനായിട്ടുള്ള ബോർഡാണ്. ഞങ്ങൾ അനക്കിയില്ലല്ലോ. 19 വരെ നിന്നു, 3 വർഷം ആ ബോർഡ് നിന്നു. ഇവര് ഇപ്പോ മന്ത്രി പറയുന്നിട്ട് അത് ഇടതുപക്ഷം വെച്ച ബോർഡല്ലേ. അതാ പ്രശ്നം. അവർക്ക് മുസ്ലിം താല്പര്യമല്ല, സമുദായ താല്പര്യമല്ല, മതനിരപേക്ഷ താല്പര്യമല്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ സ്ഥാപിക്കുക എന്നതിനകത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതിവേഗതയിൽ ഈ ഗവൺമെന്റ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. BJP ഡീൽ എന്നുള്ളത് പൂർണ്ണമായിട്ടും UDF ആയിട്ടായിരുന്നു എന്ന് ഒരു BJP ഗവൺമെന്റ് പോലും ഇങ്ങനെ ചെയ്യില്ല. ഇത്രയും വേഗതയിൽ നടപ്പിലാക്കിയിട്ടില്ല. അതിനേക്കാൾ വേഗതയിലാണ്. ഏതെങ്കിലും BJP മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി തള്ളി ഇത് ബൈൻഡിംഗ് ആണ്, വേറെ വഴിയില്ല എന്ന്? ഒരു BJP മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഏക ഇന്ത്യയിലെ മുഖ്യമന്ത്രി, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നിയമം അറിയാവുന്ന, നന്നായി പഠിക്കുന്ന, വായിക്കുന്ന, കാര്യങ്ങൾ അറിയുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ എല്ലാവരും പറയുന്ന VD സതീശനാണ് ഈ കേസ് തള്ളി. ഇനി വളരെ മൗലികമായ പ്രശ്നമല്ലേ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കും. തള്ളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതുകൊണ്ടാണ്. അപ്പൊ അത് നിന്നില്ലല്ലോ. അപ്പൊ ഉടൻ തന്നെ ഉത്തരവ് റദ്ദാക്കണം. ഈ ബോധത്തിലാണ് നിങ്ങൾ കോടതിയിൽ സമീപനം സ്വീകരിച്ചതെങ്കിൽ ആ ബോധമായിരുന്നു എനിക്ക് കിട്ടിയത്. തെറ്റാണെന്ന് മനസ്സിലായിരുന്നു. ഇപ്പൊ നിലപാട് സ്വീകരിക്കണ്ടേ?
അത് അദ്ദേഹം ചിന്തിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതിലെ ഒഴിവെന്താ കാരണം? വളരെ സ്പെസിഫിക് ആണല്ലോ. ഞാനത് നിങ്ങൾ ശരിക്കും കഴിഞ്ഞ ബ്രീഫിങ്ങിൽ ഞാൻ പറഞ്ഞു, 2 പേരെങ്കിലും മുസ്ലിം വേണം എന്നുള്ളതാണ് നിയമം. മുസ്ലിം നോൺ മുസ്ലിം വേണം എന്നുള്ളത്. മുസ്ലിം എത്ര വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. 3 കാറ്റഗറിയാണ് മുസ്ലിം വിഭാഗത്തിന് വേണ്ടത്. അതിന്റെ പ്രൊവിസോ വായിച്ചാൽ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ വിഭാഗത്തിന് മുസ്ലിമിൽപ്പെട്ട യോഗ്യരായ ആളുകൾ ഇല്ലെങ്കിൽ മറ്റവരെ നിയമിക്കാം. നേരത്തെ MP മുസ്ലിം MP ആയിരിക്കണം, MLA മുസ്ലിം ആയിരിക്കണം, എല്ലാം CEO മുസ്ലിം ആയിരിക്കണം. ഇപ്പോ മുസ്ലിം 3 വിഭാഗത്തിന് വരണം. അവിടെ ആളില്ലെങ്കിൽ നോൺ മുസ്ലിമിനെ വയ്ക്കാം. പക്ഷെ മൊത്തെടുത്താൽ 2 പേർ മുസ്ലിം ആയിരിക്കണം. അതെ, ആ 2 ഒഴിവ് വിട്ടിരിക്കുന്നത് സുപ്രീം കോടതി കേസ് നിൽക്കുകയാണ്. സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. സുപ്രീം കോടതി തീരുമാനം വന്നിട്ടില്ല. സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോ തമിഴ്നാടും 2 ഒഴിവിട്ടു, അവരും വച്ചിട്ടില്ല. തമിഴ്നാടും വയ്ക്കാത്തതുകൊണ്ടാണ്. സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് 2 നോൺ മുസ്ലിമിനെ വെച്ചു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി നമുക്ക് എതിരാവില്ലേ? ഞങ്ങൾ എന്ത് പറയും? സുപ്രീം കോടതി പരിഗണന ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ 2 ഒഴിവുകളാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം ലോ ഓഫ് ദ ലാൻഡ് ഞങ്ങളെ നടപ്പിലാക്കും. പക്ഷെ നിങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ 2 എണ്ണം നികത്തിയിട്ടില്ല. എന്നാൽ നോൺ മുസ്ലിമാ നമ്മൾ പറഞ്ഞിട്ടില്ല. 2 ഒഴിവുകൾ പിന്നീട് നികത്തും. ഇതാണ് കാര്യം. കാരണം ഞങ്ങളുടെ നിലപാട് അത് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇനി സുപ്രീം കോടതി പോയിട്ട് നമ്മുടെ കേരളത്തിന്റെ വക്കീൽ എഴുതിയിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കേസ് തന്നെ തള്ളി ബൈൻഡിംഗ് ആണെന്ന് മുഖ്യമന്ത്രി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. കേരളത്തിന്റെ വക്കീൽ സുപ്രീം കോടതി തന്നെ സീനിയർ വക്കീൽ പറഞ്ഞു നോൺ മുസ്ലിമിനെ ഞങ്ങൾ ഉൾപ്പെടുത്താം. ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ അതിന് അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് കേരളത്തിന്റെ സീനിയർ കൗൺസിൽ പറഞ്ഞു, കേരളത്തിന്റെ കൗൺസിൽ പറഞ്ഞു. ഇന്ന് ഹൈക്കോടതിയിൽ കേരളത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറലാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 2 നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം. എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നു സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് ദ സെക്ഷൻ 14 ഓഫ് ദിസ് ആക്ട്. ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ IAS പോയിട്ട് ഇതിന് വിരുദ്ധമായിട്ട് നോൺ മുസ്ലിമിനെ മാറ്റി ഓർഡർ ഇറക്കാൻ പറ്റുമോ? കോടതി പോയി നിൽക്കേണ്ടവരില്ലേ? ടോട്ടൽ ലക്ഷ്യം. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ബൈൻഡിംഗ് ആണെന്ന് പറഞ്ഞു. സുപ്രീം കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ബൈൻഡിംഗ് ആക്കി കളഞ്ഞു. ഇതാണ് ഏറ്റവും അപകടം. അപ്പൊ യഥാർത്ഥത്തിൽ വർഗീയവാദി BJPയുടെ അജണ്ട നടപ്പിലാക്കുന്ന ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിനകത്ത് നോൺ മുസ്ലിം പാടില്ല എന്ന നിലപാട് ഇന്ത്യയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും CPIM ഉൾപ്പെടെ എല്ലാ പാർട്ടികളും എടുത്ത നിലപാട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വർഗീയവാദി എന്ന് അധിക്ഷേപിക്കുന്നത് BJPയുടെ നാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.